ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും പക്കൂസ് മീഡിയ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് ലോക്ക്ഡൌൺ കാലത്ത് നമുക്ക് സൗജന്യമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന റേഷൻ അരി കൊണ്ട് ചിക്കൻ ദം ബിരിയാണി ഉണ്ടാക്കുന്നത്. റേഷൻ അരി കൊണ്ട് ചിക്കൻ ദം ബിരിയാണി ഉണ്ടാക്കുന്ന നമ്മുടെ സ്വന്തം ഷിൻസ് മച്ചാൻ എന്ന നേരെ നമുക്ക് ചിക്കൻ ദം ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങാം. ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഉണ്ടാക്കുന്നത് റേഷൻ അരി ബിരിയാണിയാണ്. കൊറോണ കാലത്ത് സുലഭമായിട്ട് കിട്ടുന്ന ഇപ്പോൾ റേഷൻ അരി മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് വെച്ചാണ് നമ്മളിന്ന് റേഷൻ അരി ബിരിയാണി ഉണ്ടാക്കുന്നത്. ഇത് അരി അളന്ന് ഇടാൻ പോവുകയാണ്. നമുക്ക് അരിയുടെ അളവൊക്കെ കഴിഞ്ഞിട്ട് പറയാം, എത്ര പേർക്കാന്നൊക്കെ പറയാം. നമ്മളിന്ന് ഉണ്ടാക്കുന്നത് 1.5 കിലോ അരിയുടെ ബിരിയാണി ഉണ്ടാക്കുന്നത്. 1.5 കിലോ അരിക്ക് ഏകദേശം 9 പേർക്കാണ് ഇത് കണക്ക് കൂട്ടുന്നത്. ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. നമ്മളിപ്പോൾ ഇതിന് ഉണ്ടാക്കാനായിട്ട് 1.5 കിലോ സവാള മേടിച്ചേക്കുന്നത്. മസാല ഉണ്ടാക്കാനും പിന്നെ ചാർലാസ് അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഉണ്ടാക്കാനായിട്ട് നമ്മൾ മേടിച്ചേക്കുന്നത് 1.5 കിലോ സവാളയാണ് ഇപ്പോൾ ഇവിടെ മേടിച്ച് കട്ടാക്കുന്നത്. നമ്മൾ സവോള കട്ടാക്കി കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മളിപ്പോൾ സവോളയല്ല, ഫസ്റ്റ് നമ്മൾ ഓർഡർ കണക്കിന് പോവുകയാണെങ്കിൽ ഇതല്ല ചെയ്യേണ്ടത്. ഫസ്റ്റ് നമ്മൾ ചിക്കൻ ഫ്രൈ ആക്കാനൊക്കെ ഉണ്ട് ഇനി. അപ്പോൾ നമുക്ക് പണിയുള്ള വേമ്പയും എടുത്ത് തീർത്ത് വെക്കുവാണ്. ഇനി നമ്മൾ സാധാരണ രീതിയിൽ വീട്ടിലൊക്കെ കട്ടാക്കും. ബിരിയാണിക്ക് കട്ടാക്കുന്നവരെ വീട്ടിൽ കിടക്കുന്നില്ല, ബിരിയാണിക്കെല്ലാം കട്ടാക്കുന്നവരാണ് സവോളയെല്ലാം കട്ടാക്കുന്നത് കുറച്ച് നൈസായിട്ടും. ഇത് കുറച്ച് വറുക്കാനുള്ള സവോളയും കൂടെ ഉണ്ട്. ഇനി അടുത്ത തക്കാളി കട്ട് ചെയ്യുവാണ്. മല്ലിച്ചപ്പും പുതിന, നമ്മൾ മല്ലിച്ചപ്പും പുതിന അരിഞ്ഞ് വെക്കുവാണ്. ചോറിനും വേണം, മസാലയ്ക്ക് വേണം മല്ലിച്ചപ്പ് പുതിന. നമ്മൾ തീ പിടിപ്പിക്കാൻ പോവാ. തീ പിടിപ്പിച്ച് ഫസ്റ്റ് ഇവിടെ മസാലയാക്കാൻ പോകുന്നത്. മസാല ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പുറം വേറൊരു അടുപ്പ് കൂടി ഉണ്ട്. ആ അടുപ്പിൽ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യും. ബിരിയാണിക്ക് മസാല ഉണ്ടാക്കാനായിട്ട് വെച്ചേക്കുന്നതാണിത്. നമ്മൾ ഓയിൽ വെച്ച് ഇനി സവാള ഇടുവാണ്. സവാള ഏകദേശം പകുതി വേവായിട്ട് വഴങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത തക്കാളിയാണ് ചേർക്കുന്നത്. ഉണ്ടാക്കുന്ന മസാല പരിചയപ്പെടുത്താം. കറുവപ്പട്ട, ഏലക്ക, തക്കോലം, ഗ്രാമ്പു, മല്ലിപ്പൊടി, ചിക്കൻ പൗഡർ, ഇത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ആക്കിയതാണ്, മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ്, ഇത് കുരുമുളക് പൊടിയാണ്. പിന്നെ കാഷ്നട്ട്, അണ്ടിപ്പരിപ്പ്, മുന്തിരി, പിന്നെ 6 kg ഡാൽഡ, തൈര്, കാശ്മീരി ചില്ലി പൗഡർ, അത് 2 സ്പൂണാണ്. മല്ലിപ്പൊടി ഒരു കുറച്ച് എടുത്തുള്ളൂ. മഞ്ഞപ്പൊടി, ഇത് ചിക്കൻ പൗഡറാണ്. ഒരു 100 ഗ്രാമിൻ്റെയാണിത്, ഒരു 1/4 പാക്കറ്റ്. ഇത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആക്കിയതാണ്. വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് ആക്കിയതാണ്. ഇനി അടുത്ത് ഇതാണ് ഇടുന്നത്. നമ്മൾ ചേർക്കുന്ന തൈരാണ്. ഇത് ഏകദേശം മസാല നമുക്ക് പാകാനായി. അടുത്ത നമ്മളിടുന്ന ഉപ്പാണ്. നമ്മുടെ ഏകദേശം ലാസ്റ്റ് മിനുക്ക് പണിയാണ്. ലാസ്റ്റ് ഉപ്പ് നമുക്ക് ആവശ്യത്തിന്, അതിന് പ്രത്യേകിച്ച് ഇപ്പോൾ അളവൊന്നും പറയുന്നില്ല, നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. ഇനിയിപ്പോൾ ഇത് മല്ലിച്ചപ്പും പുതിനയും കൂടിയാണ്. ഇതൂടെ ചേർത്തു കുറച്ച് ഗരം മസാല കൂടെ ചേർത്ത് നമുക്കിത് വാങ്ങി വെക്കാം. നമ്മുടെ ചിക്കൻ മസാല റെഡിയായി. നമ്മളിപ്പോൾ ഇത് ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ടാണ് ഇതിനകത്ത് ഓയിൽ ഒഴിക്കുകയാണ്. നമ്മളിപ്പോൾ ചിക്കൻ ഫ്രൈ ആക്കുന്നത്. ചിക്കൻ ഫ്രൈ ആക്കാൻ വേണ്ടി ചിക്കൻ മസാല ഇടുന്നേ ഉള്ളൂ. ഇപ്പോൾ ഇടുന്നേ ഉള്ളൂ. 10 മിനിറ്റ് ചിക്കൻ മസാല ഇട്ട് വെക്കണം. മറ്റേ മസാല ഇട്ട് ചിക്കൻ വെച്ച് കഴിഞ്ഞാൽ ഇത് എന്നെ പിടിക്കുകയുള്ളൂ. നമ്മൾ ചിക്കൻ മസാല ഇട്ടു. ഞാൻ അടുത്ത് ഇടുന്നത് മഞ്ഞപ്പൊടിയാണ്. മഞ്ഞപ്പൊടി ഇട്ടു. മുളക് പൊടി, മല്ലിപ്പൊടി, ഇത് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് ആക്കിയതാണ്. ഗരം മസാലയാണ്. കുരുമുളക് പൊടി,
തൈര്, അപ്പം ഇനിയിപ്പം മറ്റേ മസാല ഇട്ട് വെച്ചൊരു 10-15 മിനിറ്റ് നമ്മളിവിടെ വെക്കും. ഇത് ഒരു 10-15-20 മിനിറ്റോളം വെക്കണം. മസാല ഇട്ടിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു ആവുള്ളിത് മറ്റേ മസാലയൊക്കെ ശരിക്കും പിടിച്ച്. ഉപ്പ് സ്വല്പം കുറവുണ്ട്, കുറച്ചുകൂടെ ഉപ്പിടുവാണ്. നമ്മളിപ്പം ഇത് മുന്തിരി എണ്ണയൊക്കെ നമുക്ക് കോരിയൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അരിപ്പ തവിക്കകത്ത് തന്നെ വെച്ചിട്ട് മുന്തിരി വറുത്ത് കോരുവാണ്. മുന്തിരി വറുത്തെടുത്തു. പരിപ്പ് വറുത്ത് വരാൻ വേണ്ടാണ്. അണ്ടിപ്പരിപ്പ് നമ്മൾ വറുത്ത് കഴിഞ്ഞു. ഇനി ചിക്കൻ ഫ്രൈ ആക്കാൻ പോവാണ്. അത് ചിക്കൻ ഫ്രൈ ആക്കുമ്പോൾ നമ്മൾ കുറച്ച് ഉള്ളി ഫ്രൈ ആക്കുന്നുണ്ട്. ഇത് ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തിരുന്നു. സവാള ഇതിപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട്. നമ്മൾ സവാള എടുക്കുവാണ്. നമ്മൾ റൈസിൻ്റെ മേലിടാൻ വേണ്ടിയിട്ടാണ് സവാള. ഇത്ര ആവശ്യമൊന്നുമില്ല, നമ്മളൊന്നും കുറച്ച് കൂടുതൽ ആക്കിയത് മാത്രം. നമ്മൾ അരി കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അരി കഴുകിയതിപ്പം നമ്മൾ ഏകദേശം ഒരു 1/4 മണിക്കൂർ ഈ അരി കുതിർത്തിട്ടുണ്ട്. റേഷൻ അരിയാണ്, ബിരിയാണി അരി പോലെ ആകുമല്ലാത്തതുകൊണ്ട് 1/4 മണിക്കൂർ നേരം ഈ അരി കുതിർത്തിട്ടുണ്ട്. ഒരു ഏകദേശം ഒരു 40 മിനിറ്റോളം ആയിപ്പോൾ. 40 മിനിറ്റോളം ഈ അരി കുതിർത്ത് വെച്ചേക്കണം. ഇപ്പോൾ അരി ഇപ്പം ഏകദേശം ബിരിയാണി അരിയുടെ ലെവലിൽ നമുക്ക് വെന്ത് കിട്ടും. വെള്ളം പാറാൻ നമുക്കെന്ന് വെച്ചാൽ നമുക്ക് വെള്ളത്തിൻ്റെ അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ അത് ഒട്ടും വെള്ളം ഉണ്ടാകാൻ പാടില്ല. വെള്ളം ഉണ്ട്, നമുക്ക് വെള്ളത്തിൻ്റെ അളവ് കിട്ടത്തില്ല. അന്നേരം അതിനോട്ടാണ് വെള്ളം പാറാണ്ടിട്ടാണ് വെക്കുന്നത്. നമ്മൾ ഫസ്റ്റ് കലത്തിലാണ് നമ്മൾ റൈസ് ആക്കുന്നത്. കാരണം നമ്മൾ ദം ബിരിയാണിയാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പം ഫസ്റ്റ് നമ്മൾ ഉണ്ടാക്കുന്നത് കലത്തിലാണ് ഉണ്ടാക്കുന്നത്. ഇപ്പം നമ്മൾ ഡാൽഡ ഒഴിച്ചു. ഇനി ഇതിൻ്റെ മസാലകളൊക്കെ ഇടണം. ഗ്രാമ്പു ഇട്ടു, കുറച്ച് പട്ടയാണിത്, തക്കോലം, ഏലക്ക, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്. നമ്മളിതിപ്പോൾ റേഷൻ അരി ഉണ്ടായതുകൊണ്ട് ബിരിയാണി അരി പോലെ അല്ല. ഇത് 1 കപ്പിന് 2.5 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. 1 കപ്പ് അരിക്ക് 2.5 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. ഉപ്പിടുവാണ്. ഉപ്പ് ആവശ്യത്തിന് നമ്മൾ നോക്കി ഇടണം. ഉപ്പ് നമ്മൾ ഉപ്പെല്ലാം ഇട്ട് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഈ വെള്ളം തിളയ്ക്കുന്നിടം വരെ നമുക്ക് താമസമുണ്ട്. വെള്ളം തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് അരി ഇടുന്നത്. നമ്മൾ വെള്ളം തിളച്ചിട്ടുണ്ട്, നമ്മൾ അരി ഇടാൻ പോവാണ്. ഈ റൈസ് ഇപ്പം നമ്മളിപ്പോൾ വാങ്ങുവാണ്. ഇനി ദമ്മിടാനായിട്ട് റൈസ് വാങ്ങി വെക്കാൻ പോവാണ്. റൈസ് ഇപ്പോൾ ആയിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ റേഷൻ അരി കൊണ്ടാണ്. ഇത് ഒരു കുഴച്ചിലോ പശുവശപ്പോ ഒന്നുമില്ല. നമ്മൾ അതിനുള്ള നെയ്യ് കാര്യങ്ങളൊക്കെ ചേർത്തിട്ടുണ്ട്. നമ്മൾ ചിക്കൻ ഇപ്പോൾ 3/4% ഫ്രൈ ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇത് ദമ്മിടുന്നുള്ളത് കൊണ്ട് നമ്മളിപ്പോൾ ഫുൾ ശതമാനം ആക്കുന്നില്ല, ദമ്മിടുന്നുണ്ട്. അതുകൊണ്ട് ഫുൾ ഫ്രൈ ആക്കുന്നുണ്ട്. ഇപ്പോൾ 3/4% ചിക്കൻ ഫ്രൈ ആയി. മറ്റേ മസാലക്കകത്തോട്ട് ചിക്കൻ ഇടുവാണ്. പാകത്തിലാണ് മസാല. നമ്മൾ ആദ്യം ഓർത്ത് കുറച്ച് കൂടുതൽ മസാല ഉണ്ടെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇത്രയും ചിക്കൻ കണക്കിനായിട്ടുള്ള മസാലയാണ്. ഇപ്പോൾ റൈസ് എന്തെങ്കിലും ഉണ്ടെന്ന് അറിയത്തില്ല. നമ്മൾ 9 പേർക്കും ഉണ്ടാക്കിയത്. ഇപ്പോൾ 10 പേർക്കും ഉള്ള ഭക്ഷണത്തിലുള്ള ഉണ്ട്. നമ്മളിനി ദമ്മിടാനുള്ള പരിപാടിയാണ്. 6 kg ആണ്. മല്ലിച്ചപ്പ്, പുതിന, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, ഇത് ഫുഡ് കളറാണ് കുറച്ച് ആവശ്യത്തിന്. അപ്പോൾ റൈസ് ഇട്ട് കഴിഞ്ഞു.
RK ഒഴിച്ചു. പുതിനയിലയാണ്. പുതിനയില മല്ലിയിലയുടെ അരിഞ്ഞു വെച്ചാണ്. അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഗരം മസാല, ദം വെക്കാൻ പോവാണ്. കറക്റ്റ് മൂടിയാണ് നമ്മൾ ദം വെക്കാൻ പോകുന്നത്. നമുക്കൊരു 10 മിനിറ്റ് താമസമുണ്ട്. 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തുറക്കാം. സംഭവം നല്ല ഉഷാറായി റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾക്ക് വേണ്ട എല്ലാ അറേഞ്ച്മെന്റും ചെയ്തത് ഫൈൻ കേരള ടൂർസ് ആൻഡ് ട്രാവൽസ് കണ്ണൂരാണ്. നമ്മുടെ ദം ബിരിയാണി എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ടൈമായി. നമുക്ക് എന്തായാലും നോക്കാം. സംഭവം നല്ല സൂപ്പറായിട്ടുണ്ട്. ഇതെല്ലാം നല്ല സൂപ്പറായിട്ടുണ്ട്. നമ്മൾ അടുത്ത് ഉപയോഗിക്കുന്നത് ഇത് പൈനാപ്പിൾ എസൻസ് ആണ്. നമ്മുടെ ദമ്മൊന്ന് പൊട്ടിച്ച് നോക്കാം നമുക്ക്. സൂപ്പറായിട്ടുണ്ട്. നമ്മുടെ ദം ഇങ്ങോട്ട് കയറി വന്നിട്ടുണ്ട്. നമ്മൾ ദമ്മിട്ടത് ഇങ്ങോട്ട് കയറി വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നമ്മുടെ മസാല ഇങ്ങോട്ട് ദമ്മ് കയറി വന്നിട്ടുണ്ട്. സാധനം സൂപ്പറായിട്ടുണ്ട്. ഇതുണ്ട് ചോറ് നമ്മുടെ റേഷനരി ഉണ്ടാകുന്ന പറയാലോ, ഒന്നൊന്നും ഒട്ടുന്ന പോലുമില്ല. സെപ്പറേറ്റ് ഇപ്പം നിങ്ങൾക്ക് കാണാമല്ലോ, സെപ്പറേറ്റ് ആയിട്ട് നടപ്പുണ്ട്. ഇപ്പം ഇതെല്ലാവരും ചെയ്ത് നോക്കണം. നിങ്ങൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും നമുക്ക് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല സ്മെല്ലാണ്. നല്ല അടിപൊളിയായിട്ടുണ്ട്. ദമ്മെല്ലാം ശരിക്കും ദമ്മ് മേളിലെത്തിയിട്ടുണ്ട്. ചോറൊന്നിൻ്റെ മേളിലൊന്നും പിടിക്കുന്ന പോലില്ല. ബിരിയാണി അരിയിടക്കാൻ സൂപ്പറായിട്ടുണ്ട്. എല്ലാവരും നിങ്ങൾ വീട്ടിലുണ്ടാക്കി നോക്കണം. നമ്മളിതിപ്പം കഴിക്കാനായിട്ട് ടേസ്റ്റ് നോക്കാനായിട്ട് ഇത് എടുത്ത് വെക്കുവാണ്. നമ്മൾ വാഴയിലയിലാണ് നമ്മൾ വെക്കുന്നത്. ഉള്ളി ഫ്രൈ ആക്കി വെച്ചതാണ്. സാധനമൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ 2 മച്ചാന്മാർ വന്നിട്ടുണ്ട്. ഒന്ന് ഷിൻജോ മച്ചാനും മകേഷ് മച്ചാനും, രണ്ടുപേരും കടന്നു പോവാം. നിങ്ങൾ എടുത്ത് കഴിക്കുക. അതിന്റെ ടേസ്റ്റും കാര്യങ്ങളും നോക്ക്. പീസ് എടുത്തോ, അതിന്റെ ഉള്ളിൽ നിന്ന് പീസ് എടുക്കണം. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടാകുന്നതാണ്. നല്ല മസാലയൊക്കെ നല്ല റെഡിക്ക് ചേർന്നിട്ടുണ്ട്. പക്ഷെ റേഷൻ അരി കൊണ്ട് ഇങ്ങനെ ഒരു ബിരിയാണി ഉണ്ടാക്കാന്നുള്ളത് നമ്മൾ ആദ്യമായിട്ട് അറിയുകയാണ്. അടിപൊളി. അടുത്ത കാലത്തൊന്നും ഇത്ര ടേസ്റ്റിൽ ബിരിയാണി കഴിച്ചിട്ടില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പക്രൂസ് മീഡിയ എന്ന യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.